റിപ്പോർട്ടുകളിലേക്ക്. ഛത്തീസ്ഗഡിലെ നിർബന്ധിത മതപരിവർത്തനത്തിൽ പ്രതിരോധം ശക്തമാക്കി ഹിന്ദു സംഘടനകൾ. ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചു. 100-ലധികം പേരാണ് തിരികെ എത്തിയത്. അഖില ഭാരതീയ ഘർ വാപ്സി അഭിയാൻ മേധാവി പ്രബൽ പ്രതാപ് ജുദേവ് നേതൃത്വം നൽകി. എസ് ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനത്തിൽ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുകയാണ് ഹിന്ദു സംഘടനകൾ. മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുകയാണ്. ദേവിക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ഒരു സംസ്ഥാനത്ത് ചെല്ലുക, അവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്തുക, അതിനുശേഷം പിടിക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, 40-40 വർഷമായി അവിടെ മതപരിവർത്തനം നടത്തുന്നവർ പോലും വന്ന് തങ്ങൾക്ക് ലോഹയിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, തിരുവസ്ത്രം ധരിച്ച് പുറത്തു പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ആ സംസ്ഥാനത്തെ ഒന്നാകെ അപമാനിക്കുക, സംസ്ഥാനത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തു നിന്നും രാഷ്ട്രീയ നേതാക്കൾ വന്ന് അവിടെ വലിയ സംഘർഷത്തിന് കോപ്പുകൂട്ടുക, അങ്ങനെ കണ്ടതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും അത് അവിടുത്തെ ആളുകളെ സമ്പൂർണമായും അവരെ വിഷമിപ്പിച്ചതാണ്. അതിനെതിരെ അവരുടെ ഉള്ളിൽ വികാരമുണ്ടാക്കിയതാണ്. അത് നമ്മൾ അവിടെ നിന്ന് കണ്ടതുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വരുന്ന പുതിയ സംഭവവികാസങ്ങളെ നമ്മൾ കാണേണ്ടത്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ നിന്നുള്ള ഈ മതപരിവർത്തനം എന്നുള്ളത് വളരെ രൂക്ഷമായ വിഷയമാണ്, സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രതിരോധ നടപടികൾ അവരിപ്പോൾ കൈക്കൊള്ളുന്നു. ഘർ വാപ്പസി നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അവർ. നിലവിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ശക്തി ജില്ലയിൽ നടന്ന വിരാട് ഹിന്ദു സമ്മേളനത്തിൽ 35 കുടുംബങ്ങൾ, ഈ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയവരാണ്, അവർ ഈ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ഏതാണ്ട് 100-ലധികം പേരുണ്ട് ഇത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന കണക്ക്. അഖില ഭാരതീയ ഘർ വാപ്പസി അഭിയാൻ മേധാവി പ്രബൽ പ്രതാപ് ജുദേവാണ് ഇതിന് നേതൃത്വം നൽകിയത്. മടങ്ങിയെത്തിയവരുടെ പാദങ്ങൾ കഴുകി ഹിന്ദു മതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദിലീപ് ജുദേവ് ഇദ്ദേഹത്തിന്റെ അച്ഛനാണ്. അദ്ദേഹം വാജ്പേയി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അദ്ദേഹം അവിടുത്തെ ബസ്തറിലെ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഘർ വാപ്പസി പ്രവർത്തനങ്ങൾക്ക് അവിടെ തുടക്കമിട്ടിരുന്നത്. 10,000-കണക്കിന് ആളുകളെ തിരികെ ഹിന്ദു ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ദിലീപ് ജിക്ക് സാധിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ ആ ബസ്തറിലെ തന്നെ ഇപ്പോഴത്തെ യുവരാജാവ് കൂടിയാണ് അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. രാജാവ് നേരിട്ടിറങ്ങി ഇപ്പോൾ പ്രജകളായ വനവാസികളുടെ കാൽ കഴുകി അവരെ തിരികെ ഹിന്ദു ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഒരു കാര്യം ഓർക്കേണ്ടത്, കേരളത്തിൽ ഇരുന്നു കൊണ്ട് രാജാവ് ഇറങ്ങുന്നു പ്രജകൾ എന്നൊക്കെ പറഞ്ഞാൽ പരിഹാസ രൂപേണയായിരിക്കാം ഒരുപക്ഷെ കാണുന്നത്. പക്ഷെ ഇത് വനമേഖലയാണ്. അവിടെ അവരുടേതായ ചിട്ടവട്ടങ്ങളുണ്ട്, അവരുടേതായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അവരുടേതായ രീതികളുണ്ട്. അവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നോർക്കണം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് പ്രബൽ പ്രതാപ് ജുദേവിന്റെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ നടക്കുന്നത്. ശക്തമായ പ്രതിരോധം ഇനിയും ഉണ്ടാകും എന്നാണ് അവിടുത്തെ ഹിന്ദു സംഘടനകളുടെ നിലപാട്. ശ്രീകാന്ത്, അതോടൊപ്പം തന്നെ ഈ മതപരിവർത്തനത്തിൽ ഇവർ എന്താണ് സംസാരിക്കുന്നത്? കാരണം അന്ന് ഏത് തരത്തിലാണ് ഇവരെ ഈ തരത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ചില വെളിപ്പെടുത്തൽ കൂടി ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ? ദേവിക, അത് ഇതിനോടകം തന്നെ നമ്മൾ ജനം ടിവിയിൽ നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ആ ദന്തേവാഡയിലെയും ബസ്തറിലെയും ഒക്കെ നിരവധി ഗ്രാമങ്ങളിൽ പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, അസുഖം വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. ഈ പനിയാണെങ്കിൽ അതിന്റെ ഗുളികയൊക്കെ തന്നെ ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിൽ കലക്കിത്തരും. അത് തന്നിട്ട് അത് കഴിക്കുമ്പോൾ തന്നെ അത് യേശുവുമായി ബന്ധപ്പെട്ട പുണ്യ തീർത്ഥം എന്നൊക്കെയാണ് പറയുന്നത്. അത് തന്ന് തങ്ങളുടെ രോഗം, തങ്ങളുടെ പനി ഒക്കെ മാറിക്കഴിഞ്ഞാൽ അത് യേശുവിന്റെ അനുഗ്രഹമാണ് എന്ന് പറയുകയും മതം മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പിന്നെ പണം നൽകിയുള്ള മതപരിവർത്തനം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയുള്ള മതപരിവർത്തനം നടക്കുന്നുണ്ട്. ആ പ്രദേശം വളരെ ദരിദ്രമാണ്. ആ ദരിദ്രമായതിന് കാരണക്കാർ ഒരൊറ്റ കൂട്ടരാണ്, അത് ഈ മാവോയിസ്റ്റുകളാണ്. യുവന്മാരുടെ അടിവേരറുക്കാതെ അവിടെ ഒരു കാരണവശാലും വികസന പ്രവർത്തനങ്ങൾ നടക്കില്ല എന്നുള്ളതാണ് വസ്തുത. പട്ടിണി മാറ്റാൻ അവന്മാർ സമ്മതിക്കില്ല. റേഷൻ കട മുഴുവൻ ഒന്നുകിൽ യുവന്മാർ കൊള്ളയടിക്കും, അല്ലെങ്കിൽ അത് കത്തിച്ചു കളയും. അവിടെ 29 സ്കൂളുകളാണ് ഈ രാക്ഷസ കൂട്ടം പൂട്ടിച്ചു കളഞ്ഞത്. അവിടെ ഈ പഠിക്കാൻ അവസരം കൊടുക്കില്ല. ഇവർക്ക് മരുന്നോ മറ്റു കാര്യങ്ങളോ നൽകുന്നതിന് ആശുപത്രി പണിയാൻ ഇവന്മാർ സമ്മതിക്കില്ല. ഇങ്ങനെയുള്ള ദാരിദ്ര്യം പിടിച്ച സ്ഥലത്തേക്കാണ്
ഈ മതപരിവർത്തന മാഫിയ എത്തി മതം മാറ്റം നടത്തിക്കൊണ്ടിരുന്നത്. അതിനെതിരായ പ്രതിരോധവും ഒരേ സമയം ശക്തമാവുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ നിർബന്ധിത മതപരിവർത്തനത്തിൽ പ്രതിരോധം ശക്തമാക്കുകയാണ് ഹിന്ദു സംഘടനകൾ. അതോടൊപ്പം തന്നെ എസ് ശ്രീകാന്ത്, നമുക്കറിയാം ഇപ്പോൾ ഹിന്ദു സംഘടനകൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ നിരോധിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നത്. ഹിന്ദു സംഘടനകൾ ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്? ശ്രീകാന്തിലേക്ക് എത്താം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. കാരണം നിർബന്ധിത മത പരിവർത്തനത്തിൽ പ്രതിരോധം ഹിന്ദു സംഘടനകൾ ശക്തമാക്കുകയാണ്. മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചു എന്ന റിപ്പോർട്ട്. ഇത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. കാരണം അവനവന്റെ മുതലിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും ശ്രദ്ധയുണ്ടാവുകയും അതിന്റെ ഉടമസ്ഥനാണല്ലോ. അപ്പൊ മോഷ്ടാക്കൾ കൊണ്ടുപോകുന്നത് തടയുകയും അതേപോലെ തന്നെ കൊണ്ടുപോയ മുതൽ തിരിച്ചെത്തിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതുപോലൊരു മോഷണം തന്നെയാണ് ഇവിടെ ഈ മതം മാറ്റ വിഷയത്തിൽ നടക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന പണം ഇഷ്ടം പോലെ ഉണ്ട് എന്ന് വിചാരിച്ച് ആ പണം ഉപയോഗിച്ച് ആളുകളെ ഏജന്റുമാരാക്കിയിട്ടും അല്ലെങ്കിൽ ജോലിക്കാരാക്കിയിട്ടും ഭാരതത്തെ സുവിശേഷവൽക്കരിക്കാം എന്നുള്ള ഒരു ധാരണയില് ആരൊക്കെയോ പുറത്തുനിന്ന് പ്രവർത്തിക്കുന്നു. ഈ താഴെ ഒരു പക്ഷെ ഇവിടെ ചെയ്യുന്നവർക്കൊന്നും അത്ര വലിയ ലക്ഷ്യത്തെ പറ്റിയൊന്നും അറിയില്ല. അവർക്ക് ആളെ മതം മാറ്റുക, തങ്ങൾക്ക് കിട്ടാനുള്ള പൈസ മേടിക്കുക, ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം അവരിലൊക്കെ ഒരു തൊഴിലായിട്ടാണ് അവരതിനെ കാണുന്നത്. അപ്പൊ അതിനപ്പുറം ഒരു മാനം അതിനുണ്ട്. ഈ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായത് ഒരു പരിധിവരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇനി വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കും. കേരളത്തിൽ നിന്ന് വരുന്ന ഓരോരുത്തരെയും ഇത്തരം കണ്ടുകൊണ്ട് തന്നെ അവർ കാണാൻ നിർബന്ധിതരായി പോയത്. കാരണം അത്രമാത്രം ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടി അവരെ അപമാനിച്ചു. തെറ്റ് ചെയ്തവരൊരു വിഭാഗവും അപമാനം നേരിടേണ്ടി വന്നത് അവരുമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അവരെല്ലാവരും തന്നെ ഇത്തരം വിഷയത്തിൽ ഇനി കൂടുതൽ ജാഗ്രത കാണിക്കും. അപ്പൊ അവരെന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നതാണ് ഇപ്പൊ ഈ ഹിന്ദു സംഗമം. അതിലേക്ക് 35 കുടുംബത്തിലെ ആളുകളെ 100ഓളം ആളുകളെ ഇവിടെ എത്തിക്കുകയൊക്കെ ചെയ്ത് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ ഒരു സൂചനയാണ്. ഭാരതത്തിലെ ഹൈന്ദവ സംഘടനകൾ അതും അല്ലെങ്കിൽ ആധ്യാത്മികതയിലും ഈ ധർമ്മത്തിലും താല്പര്യമുള്ള എല്ലാവരും ഒന്നിച്ചൊന്ന് നോക്കിയാൽ അങ്ങോട്ട് കൊണ്ടുപോയ എല്ലാവരെയും അവരെടുത്ത ഒരു എഫേർട്ടും എടുക്കാതെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഭാരതീയന്റെ മനസ്സിൽ ഈ ധർമ്മം രൂഢമൂലമാണ്. അത് ചിലപ്പോൾ എന്തെങ്കിലും ആനുകൂല്യങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വഞ്ചിച്ചോ പേടിപ്പിച്ചോ പ്രീണിപ്പിച്ചോ ഒക്കെ കൊണ്ടുപോയി കാണും. പക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ ഈ വകപ്പാടൊന്നുമില്ല. നമ്മളൊന്ന് ഇറങ്ങിയാൽ അവരുമായിട്ടൊന്ന് സമീപിച്ചാൽ ആധ്യാത്മികമായി അവരെ ഒന്ന് ഉണർത്തിയാൽ ഒരു സംശയവും വേണ്ട, ഈ പോയവരൊക്കെ പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരും. അപ്പൊ അത്തരം ഒരു ദൗത്യം ഏറ്റെടുക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് സമീപകാല സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നത്. അതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇപ്പൊ ഈ ഛത്തീസ്ഗഡിൽ നടന്നത്. ശരി, വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. എന്തായാലും ഛത്തീസ്ഗഡിലെ നിർബന്ധിത മതപരിവർത്തനത്തിൽ കൂടുതൽ പ്രതിരോധം ഹിന്ദു സംഘടനകൾ ശക്തമാക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചു എന്നുള്ളതാണ്. വളരെ വേഗം മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന നോക്കുന്നുണ്ടോ എങ്കിൽ ഈഴവ മാട്രിമോണിയിൽ സെർച്ച് ചെയ്യൂ. ഈഴവ മാട്രിമോണി ഒരു മികച്ച വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോമാണ്. ഡൗൺലോഡ് ഈഴവ മാട്രിമോണി ആപ്പ്. Warrior Shirts and Maurya Vastra Ethnic Collections. Warrior for the warriors of life. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത്. ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നു. 100-ലധികം പേരാണ് തിരികെ എത്തിയത്. അഖില ഭാരതീയ ഘർ വാപ്സി അഭിയാൻ മേധാവി പ്രബൽ പ്രതാപ് ജുദേവ് നേതൃത്വം നൽകിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത് തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇത് നല്ലൊരു സൂചനയാണ്, അല്ലെങ്കിൽ വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധികൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മോട് പ്രതികരിക്കുന്നത്. 100-ലധികം പേരാണ് തിരികെ എത്തിയത് എന്നൊരു റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദേവിക, ഞാൻ ഈ ബസ്തർ ഡിവിഷനിലെ ബസ്തർ ബെൽറ്റിലെ ദന്തേവാഡ ഉൾപ്പെടുന്ന മാവോയിസ്റ്റ് സ്വാധീന ഗ്രാമങ്ങളിലെല്ലാം പോയതാണ്. ഞാൻ അവിടുത്തെ ആളുകളുമായി സംസാരിച്ചതാണ്. ക്രിസ്തു മതത്തിലേക്ക് പോയ ആളുകളെ കണ്ടിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ അടക്കം നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നമ്മൾ
പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് അവിടെ പോയതിനു ശേഷം എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്, എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നും മതം മാറ്റിക്കൊണ്ടു പോകുന്ന ആളുകൾക്ക് വേറെ പള്ളികളാണ് അവിടെ. നിങ്ങളത് മനസ്സിലാക്കണം. ഈ മതം മാറി പോകുന്ന ആളുകൾക്ക് വേറെ പള്ളികളാണ് നിർമ്മിച്ചു നൽകുന്നത്. അവിടുത്തെ ഈ കാത്തലിക് ചർച്ചസിലേക്കോ ഈ കുറെ കൂടി കാശും പദവിയും ജാതിയിൽ ഉയർന്നവരും പോകുന്ന പള്ളിയിലേക്കോ ഇവരെ കൊണ്ടുപോകില്ല. ആ ഗ്രാമത്തിൽ തന്നെ ഒരു പള്ളി പണിത് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഒരു പള്ളി അങ്ങ് ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഇവരുടെ രീതി. അവിടെയും ഇവർക്ക് തൊട്ടുകൂടായ്മയുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കുറേയധികം പണവും സാധനങ്ങളും ഒക്കെ തന്നെ കൊടുക്കും. പിന്നീട് പതിയെ അവരെ അങ്ങ് ഒഴിവാക്കും. ഇതാണ് നടക്കുന്നത് എന്ന് പറയുന്ന പ്രതികരണം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. 2, എന്താണ് ഈ ക്രിസ്തുമതം എന്ന് പോലും ഈ പാവങ്ങൾക്ക് അറിയില്ല. അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് കഴിക്കാൻ ഭക്ഷണം, കുടിക്കാൻ വെള്ളം ഇതൊക്കെ കിട്ടുമായിരുന്നു, അതുകൊണ്ട് അവിടെ പോയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ചൂണ്ടിക്കാണിച്ചത് കുറേയധികം പൈസ കിട്ടും, ഭാര്യയ്ക്ക് അവർ ജോലി കൊടുക്കുകയും ചെയ്തു എന്നൊരാൾ പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മനസ്സിലാക്കേണ്ടത് ഈ ദാരിദ്ര്യമാണ് അവർ ചൂഷണം ചെയ്തത്. ചില ആളുകളൊക്കെ തന്നെ ചോദിക്കുന്നത് കേട്ടു, എന്തുകൊണ്ട് ആ ദാരിദ്ര്യം മാറ്റാൻ സർക്കാരിന് ശ്രമിച്ചുകൂടാ എന്നുള്ളത്. ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുകയാണ്, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. ശ്രീ അനിൽ വിളയിൽ, ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് നമ്മുടെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ദാരിദ്ര്യത്തെ മാത്രം ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുകയാണ്. 100-ലധികം പേർ തിരികെ എത്തിയതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഹിന്ദു സംഘടനകളെല്ലാം വളരെ ശക്തമായി തന്നെ ഈ ഒരു നിർബന്ധിത മതപരിവർത്തനത്തെ എതിർക്കുന്നൊരു സാഹചര്യത്തിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി ഛത്തീസ്ഗഡിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ദോഷം നിറഞ്ഞൊരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ഈ പറഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് ഈ 10-35 കുടുംബത്തിലെ 100 പേരല്ല. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രാജ്യത്തെമ്പാടും തന്നെ 100 കണക്കിനല്ല 1000-കണക്കിന് ആൾക്കാർ പ്രതിദിനം ഇപ്പോൾ ഖർവാപ്പസിയിൽ കൂടി സ്വധർമ്മത്തിലേക്ക് തിരികെ വരികയാണ്. ഹിന്ദുവിനുണ്ടായിരുന്ന ചില പരിമിതികളെ ചൂഷണം ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര ഫണ്ടിങ്ങിൽ കൂടെ കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ജോഷ്വ പദ്ധതി പ്രകാരമാണ് ഈ പാവം പിടിച്ച ഹിന്ദുക്കളെയൊക്കെ അവരുടെ ധർമ്മത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയത്. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പരാവർത്തന ചടങ്ങുകളിൽ കൂടി ഹിന്ദുമതത്തിലേക്ക് തിരികെ വരാൻ കാത്തു നിൽക്കുന്നത്. ഓരോ ദിവസവും കേരളത്തിൽ തന്നെ പ്രതിദിനം ഒരു 25-30 പേര് ഈ ഖർവാപ്പസിയിൽ കൂടി തിരിച്ചു വരുന്നു. എല്ലാവരും വരട്ടെ. വളരെ സന്തോഷം നിറഞ്ഞ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിന്ദു ഉണർന്നു കഴിഞ്ഞു. ഹിന്ദു ജാഗരണ പ്രവർത്തനങ്ങൾ വളരെ വ്യാപകമായി ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും തന്നെ നടക്കുകയാണ്. അതിന്റെ വളരെ നല്ലൊരു സൂചനയാണിത്. ഇത് ശക്തമായിട്ട് രീതിയിൽ മുമ്പോട്ട് രാജ്യത്തെമ്പാടും പോകണമെന്ന് തന്നെയുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും. ശരി, വളരെയധികം നന്ദി. ഈ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. വളരെ വേഗം ഈ റിപ്പോർട്ടിലേക്ക് തന്നെ തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന നോക്കുന്നുണ്ടോ? എങ്കിൽ ഈഴവ മാട്രിമോണിയിൽ സെർച്ച് ചെയ്യൂ. ഈഴവ മാട്രിമോണി ഒരു മികച്ച വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോമാണ്. ഡൗൺലോഡ് ഈഴവ മാട്രിമോണി ആപ്പ്. ഉടയ്ക്കണ്ട, ചിരകണ്ട, പിഴിയണ്ട. തേങ്ങാപ്പാൽ is now easy. Tasty Nibbles coconut milk powder and coconut milk. Order now. ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുകയാണ്. എ ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ശുഭസൂചനകളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹിന്ദു സംഘടനാ പ്രതിനിധികൾ നമ്മോട് പ്രതികരിക്കുന്നത്. മാത്രവുമല്ല, അഖില ഭാരതീയ ഖർവാപ്സി അഭിയാൻ മേധാവി പ്രബൽ പ്രതാപ് ജുദേവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവർ തിരികെ എത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഏതാണ്ട് 35 അധികം കുടുംബങ്ങൾ, 100-ലധികം ആളുകൾ അവിടെ ഖർവാപ്പസി ചെയ്ത് തിരികെ എത്തിയിരിക്കുന്നു. ജഷ്പൂർ മേഖലയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യത്തിന്റെ പേരിൽ മതം മാറ്റിപ്പോയ ആളുകൾ അവർക്ക് അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ തിരികെ എത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഈ മാവോയിസ്റ്റുകൾ കാരണം സർക്കാരിന് അങ്ങോട്ട് പോകാനേ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഈ മാവോയിസ്റ്റുകൾക്ക് തക്കതായ തിരിച്ചടി തീക്കാറ്റായി ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് ഒട്ടും കുറഞ്ഞു പോകില്ല. മാവോയിസ്റ്റുകളെ ചുട്ടുകരിച്ചാണ് അവിടെ ഇപ്പോൾ കേന്ദ്ര സേനകൾ കടന്നു കയറുന്നത്. അതിനാൽ തന്നെ അവരുടെ വികസന മുരടിപ്പ് മാറി, അവർക്ക് പണം വന്നു തുടങ്ങി, വിദ്യാഭ്യാസം കിട്ടി തുടങ്ങി, അവരുടെ ദാരിദ്ര്യം മാറി തുടങ്ങിയപ്പോൾ അവരവരുടെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച നമുക്ക് ഈ ബസ്തറിലെ ഗ്രാമങ്ങളിലെമ്പാടും
ഇപ്പോൾ കാണാനും കഴിയുന്നുണ്ട്. നേരത്തെ കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രി വിദ്യാചരൺ ശുക്ലയെ കൊന്ന നാടാണ് ഈ ബസ്തറിലെ ഗ്രാമങ്ങൾ. അതോടൊപ്പം തന്നെ മഹേന്ദ്ര കർമ്മ, ദ ടൈഗർ ഓഫ് ബസ്തർ എന്ന് അറിയപ്പെട്ടിരുന്ന മഹേന്ദ്ര കർമ്മയെ കൊന്ന നാടാണ് ബസ്തർ ഗ്രാമങ്ങൾ. ഈ മാവോയിസ്റ്റുകൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അവിടെ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ്, ഒരു ആഭ്യന്തരമന്ത്രി ഇന്ത്യക്കുണ്ടായപ്പോഴാണ് അവിടെ മാവോയിസ്റ്റുകൾ പിന്മാറിയത്, അവർ പൊളിഞ്ഞടുങ്ങിപ്പോയത്. ഇപ്പോഴിതാ സർക്കാർ അരിയെത്തിക്കുന്നു, റേഷൻ കടകൾ തുറന്നു, 29 പൂട്ടിപ്പോയ സ്കൂളുകൾ തുറന്നു, ഡിസ്പെൻസറികൾ തുറന്നിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും റോഡുകൾ, പാലങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നു. ദാരിദ്ര്യം മാറിയതോടെ സ്വധർമ്മത്തിലേക്ക്, ഹിന്ദു ധർമ്മത്തിലേക്ക് മടങ്ങുകയാണ് ഛത്തീസ്ഗഡിലെ, ബസ്തറിലെ ഒക്കെ തന്നെ, ജഷ്പൂരിലെ ഒക്കെ തന്നെ ആദിവാസി ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ആളുകൾ. ഛത്തീസ്ഗഡിലെ നിർബന്ധിത മതപരിവർത്തനത്തിൽ പ്രതിരോധം ശക്തമാക്കുകയാണ് ഹിന്ദു സംഘടനകൾ. ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചു. 100-ലധികം പേരാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തിരികെ എത്തിയിരിക്കുന്നത്. അഖില ഭാരതീയ ഘർ വാപ്സി അഭിയാൻ മേധാവി പ്രബൽ പ്രതാപ് ജുദേവ് നേതൃത്വം നൽകുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ ഏറ്റവും പുതിയതായി ഛത്തീസ്ഗഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ്? കാരണം ഇത്രത്തോളം 100-ലധികം പേർ ഇപ്പോൾ തിരികെ ഹിന്ദു മതത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും സ്വന്തം മതത്തിലേക്ക്, അല്ലെങ്കിൽ സ്വന്തമായി വിശ്വസിച്ചിരുന്ന ആ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഭീഷണി ഭയന്ന് മാറി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. അതായത് ഈ വനവാസി ബെൽറ്റുകളിൽ, ആദിവാസി ബെൽറ്റുകളിൽ നമ്മൾ കടന്നു ചെന്ന ഘട്ടത്തിൽ നമ്മളോട് തന്നെ പറഞ്ഞിരുന്നത് 5 മണിക്ക് ശേഷം അവിടെ നിൽക്കരുത് എന്നുള്ളതാണ്. പകൽ നിങ്ങൾ കണ്ടിട്ടുള്ള പല ആളുകളും ഈ സന്ധ്യയാകുന്നതോടുകൂടി അവരുടെ യഥാർത്ഥ മുഖം പ്രദർശിപ്പിക്കും എന്നുള്ളതാണ്. ഒന്നുകിൽ മാവോയിസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇൻഫോർമർമാരായിരിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോഴും അവിടെയുള്ളത്. ഈ മാവോയിസ്റ്റുകൾ ഓടിപ്പോയെങ്കിലും അവിടെ മൈനുകൾ സ്ഥാപിച്ച് അവിടേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരോ സേനയോ എത്താതിരിക്കാനുള്ള എല്ലാ പ്രതിരോധ നടപടികളും ഇവന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ പോയിരുന്നു, വളരെ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും അവിടെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. സർക്കാരിന് കയറി ചെല്ലാൻ സാധിക്കാത്ത സ്ഥലങ്ങളുണ്ട്. നേരത്തെ ഇരുന്ന ഏതെങ്കിലും ഒരു സർക്കാർ ഒരു 10 കൊല്ലം മുമ്പെങ്കിലും ഇവന്മാർക്കെതിരെ ഈ നടപടി തുടങ്ങിയിരുന്നെങ്കിൽ ഈ ഗതികെട്ട അവസ്ഥ അവിടുത്തെ ആദിവാസികൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. അവർ മതം മാറിപ്പോകുന്നതോ വേറെ എന്തെങ്കിലും മതം സ്വീകരിക്കുന്നതോ എന്നതിനപ്പുറം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കണ്ട കാഴ്ച വേദനിപ്പിക്കുന്നതാണ്. എനിക്കതിലെ മതമോ അവരുടെ ജാതിയോ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. മറിച്ച് അവരുടെ ദാരിദ്ര്യമാണ് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചത്. അവരുടെ പട്ടിണിയാണ് നമ്മളെ വേദനിപ്പിച്ചത്. എത്രയോ 100 വർഷം പുറകിലാണവർ. നമ്മൾ ഈ ഫോണും നമ്മുടെ മറ്റ് ആവശ്യ വസ്തുക്കളും എല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഇത്രയും വലിയ രാക്ഷസന്മാർ കാരണം 100 വർഷം പിറകിലാണ് അവിടുത്തെ പാവപ്പെട്ട ആദിവാസികൾ എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇവന്മാർ കാരണമാണ് അവിടെ വികസനം എത്താഞ്ഞത്. ഇവന്മാർ കാരണമാണ് റേഷൻ കടയില്ലാതായി പോയത്. ഇവന്മാർ കാരണമാണ് 29 സ്കൂളുകൾ പൂട്ടിയത്. ഇവന്മാരാണ് അവിടുത്തെ പാലങ്ങൾ ബോംബ് വെച്ച് പൊളിച്ചത്. ഇവന്മാരാണ് അവിടുത്തെ റോഡുകൾ മൈൻ വെച്ച് തകർത്തത്. ഇവന്മാരാണ് അവിടുത്തെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നത്. ഇവന്മാരാണ് ആ ഗ്രാമങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയത് എന്ന് പറയേണ്ടി വരും. ഈ പരിസ്ഥിതിയിലാണ് ഈ മതപരിവർത്തന മാഫിയ അവിടെ ഇറങ്ങിയതും മതപരിവർത്തന മാഫിയ ആ ഗ്രാമങ്ങളെ ഒന്നാകെ വിഴുങ്ങിയതും എന്ന് പറയേണ്ടി വരും. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്നിരുന്നെങ്കിൽ ഇത്രയൊന്നും ആകുമായിരുന്നില്ല. ഇതാ നരേന്ദ്രമോദി ഒരു തീക്കാറ്റായി ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. കാരണം ഞാൻ കണ്ട കാഴ്ച അതാണ്. ഒരൊറ്റ ബുള്ളറ്റിൽ ഏത് മാവോയിസ്റ്റിനെയും തീർക്കാനുള്ള ഉത്തരവാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. പേടിച്ച് ഇവന്മാരൊക്കെ തന്നെ അവിടെ കീഴടങ്ങുന്ന കാഴ്ച നമുക്ക് അവിടെ പല ഘട്ടങ്ങളിലായി കാണാൻ സാധിക്കും. ദിനംപ്രതി ഇവന്മാരെ വനത്തിനകത്ത് കയറി വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് ഇനി ഇവന്മാരോട് ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇവന്മാർ വന്ന് ഇവിടുത്തെ CPI-യുടെയൊക്കെ നേതൃത്വത്തിൽ ഇവരെ വെടിവെക്കരുതെന്നും ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ട് പുറത്ത് സമരത്തിനിറങ്ങിയിരിക്കുകയാണ്. എത്ര നികൃഷ്ട ജീവികളാണ് ഇവന്മാരെന്നൊന്ന് ആലോചിക്കണം. ഈ CPI ഒക്കെ ഈ ആദിവാസികളെ ഈ 100 കൊല്ലം പിറകോട്ടടിച്ച ഈ ആദിവാസികളുടെ പട്ടിണിക്ക് കാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ രംഗത്തിറങ്ങുന്നു എന്നുള്ളത് നാണം കെട്ട സംഭവം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ആ പട്ടിണി നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഞാനത് നേരിട്ട് കണ്ടുപോയി എന്നുള്ളതാണ്. അതിനാൽ തന്നെ ആ വിഷമം
ഈ ഘട്ടത്തിൽ നമുക്കുണ്ട്. എന്തായാലും അതിശക്തമായ നടപടി ഈ കള്ളക്കൂട്ടങ്ങൾക്കെതിരെ എന്തായാലും വേണം. എങ്കിൽ മാത്രമേ അവിടെ പട്ടിണി മാറൂ, എങ്കിൽ മാത്രമേ അവിടെ സുരക്ഷയുണ്ടാകൂ, എങ്കിൽ മാത്രമേ മതപരിവർത്തനം പൂർണ്ണമായും ഇല്ലാതാകൂ. അങ്ങനെയൊരു സാഹചര്യം ബസ്തറിൽ ഉണ്ടാകട്ടെ, ദന്തേവാഡയിൽ ഉണ്ടാകട്ടെ. ആദിവാസി സഹോദരങ്ങൾക്ക് ഇനിയെങ്കിലും സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കട്ടെ. അവരുടെ കുട്ടികൾ പഠിക്കട്ടെ, അവരുടെ ചെറുപ്പക്കാർ ജോലി ചെയ്ത് ജീവിക്കട്ടെ, അവരുടെ അമ്മമാർ റേഷൻ കടയിൽ നിന്നും അരിയും മറ്റും ശരി ശ്രീകാന്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക്